കായംകുളം ഗാന്ധിനഗർ റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് സ്നേഹയാത്ര സംഘടിപ്പിച്ചു. യാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. കായംകുളം ഗാന്ധിനഗർ റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് നടത്തിയ സ്നേഹയാത്ര ശ്രദ്ധേയമായി. വാലന്റൈൻസ് ഡേ ദിനത്തിലായിരുന്നു യാത്ര സംഘടിപ്പിച്ചത്. യാത്രയ്ക്ക് അസോസിയേഷൻ മുഖ്യ രക്ഷാധികാരി മുഹമ്മദ് സാബിർ, പ്രസിഡന്റ് നസീബ് ഖാൻ വരിക്കപ്പള്ളിൽ, ജനറൽ സെക്രട്ടറി റിയാസ് പുല്ലരിയിൽ, വൈസ് പ്രസിഡന്റ് നിസാർ ഇദ്രിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷറഫ് കളത്തിൽ, ജാസിം മജീദ്, ഹിലാൽ ഇദ്രിസ്, സാബിർ എം, അഷ്റഫ്, വനിതാവേദി കൺവീനർ ഷഹീന, സിയാന ജസീം, ഷഹന ഹിലാൽ, ഷെമി വാഹിദ്, പൊന്നി സക്കീർ, ഷാജറാത്ത്, ജസീന എന്നിവരോടൊപ്പം നിരവധി അസോസിയേഷൻ അംഗങ്ങളും യാത്രയിൽ പങ്കെടുത്തു. യാത്രയ്ക്ക് ഗാന്ധി ഭവനിൽ ഹൃദ്യമായ വരവേൽപ്പാണ് നൽകിയത്. ഒരാൾ വിചാരിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് വിപ്ലവങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് കരുതാറുണ്ട്. അതിനൊക്കെ ഒരു വിപരീത പര്യായമായിട്ടാണ് ഈ സ്ഥാപനം മാറിയിരിക്കുന്നത്. പുനലൂർ സോമരാജൻ സാറ് ഒരു പക്ഷേ ഒറ്റയ്ക്ക് എടുത്തൊരു തീരുമാനമാണ് ഇന്ന് ഇത്രയും അന്തേവാസികൾക്ക്, കുടുംബാംഗങ്ങൾക്ക് സന്തോഷപൂർവ്വം ഇവിടെ കഴിയാൻ ഒരു ഇടയുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങളുടെ ഒരു ഫുൾ സ്ട്രെങ്ത് ഞങ്ങളുടെ അസോസിയേഷനിൽ നിന്നും എല്ലാ വർഷവും വിസിറ്റിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, പുതുതലമുറ യാതൊരുവിധ ലക്ഷ്യവും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ പുതുതലമുറയെ ഒരു വട്ടമെങ്കിലും ഇതിനകത്തൊന്ന് വിസിറ്റ് ചെയ്യിച്ചാൽ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലും സാമൂഹ്യ മാറ്റത്തിലുമൊക്കെ ഒരുപാട് പങ്കാളികളാകാൻ കഴിയും. ചെറുമക്കൾക്ക് വരും തലമുറയ്ക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ പറഞ്ഞ ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു നന്മ എന്ന് പറയുന്നത് വിവിധ ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനകത്ത് മതമോ രാഷ്ട്രീയമോ ഒന്നും കലർത്താതെ എല്ലാവരും സ്നേഹത്തിൻ്റെ കരുതലിൽ നിർമ്മിച്ചു കൊണ്ടുവന്നൊരു ഇതാണ് റെസിഡൻസ് അസോസിയേഷൻ. നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഔദാര്യങ്ങൾ, ഏറ്റവും വലിയ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ മനസ്സ് എന്ന് പറയുന്നത് അമ്മമാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് പറഞ്ഞാൽ അനുസരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന വീടുകളിൽ അമ്മമാരെ ധിക്കരിക്കുന്ന മക്കളെ ഒരിക്കൽ ഇവിടെ കൊണ്ടുവന്നൊന്ന് കാണിക്കണം. ചെറിയ ചെറിയ പരാതിപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കളെ അത്യാവശ്യമായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തണം. കാരണം നമ്മൾ മാതാപിതാക്കളെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ ഒരവസരം കൂടിയായിരിക്കും ഒരുപക്ഷെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ ഇവിടെ കൊണ്ടുവന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ. CDNet ന്യൂസ്, കായംകുളം.